എല്ലാ ദിവസവും ജീവിതത്തിൽ സന്തോഷമുള്ള കാഴ്ചകൾ കാണുമെന്ന് നാം ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമ്മെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളും അപ്രതീക്ഷിതമായി ജീവിതത്തിൽ സംഭവിക്കാം. അത്തരത്തിലുള്ള ഒരു യുവതിയുടെ കാഴ്ചയും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഡാനിയ ഹോൾഡ എന്ന യുവതി ഒരു ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ വഴി ഭക്ഷണം ഓർഡർ ചെയ്തതായിരുന്നു സംഭവത്തിൻ്റെ തുടക്കം. താൻ ഓർഡർ ചെയ്ത ഭക്ഷണവുമായി എത്തിയ ഡെലിവറി ജീവനക്കാരൻ്റെ രൂപം ആ യുവതിയുടെ മനസ്സിലേൽപ്പിച്ച ആഘാതത്തെ അടുത്തിടെ ലോകം കൊണ്ട ഏറ്റവും മനോഹരമായ ഒരു സമൂഹ മാധ്യമ പ്രവർത്തനം എന്ന് വിവരിക്കാം. ഫ്ലോറിഡയിൽ നിന്നുള്ള ഡാനിയ ഹോൾഡ് തനിക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്ന ഡെലിവറി ജീവനക്കാരനെ കണ്ടപ്പോൾ ഞെട്ടി. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് ഭക്ഷണവുമായി തൻ്റെ വീട്ടുപടിക്കൽ നിൽക്കുന്ന വൃദ്ധനായ മനുഷ്യനായിരുന്നു ആ ഡെലിവറി ജീവനക്കാരൻ. ഒന്നും മിണ്ടാതെ ഭക്ഷണം കൈമാറിയ ശേഷം വിറയ്ക്കുന്ന കാലുകളുമായി അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഡാനിയ ഹോൾഡ് സമൂഹ മാധ്യമങ്ങളിൽ സംസാരിച്ചു. ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ആ യുവതി തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. വിശ്രമ ജീവിതം നയിക്കേണ്ട പ്രായത്തിൽ മുട്ടുവേദനയാൽ വിറയ്ക്കുന്ന കാലുകളുമായി അവനവന് ഭക്ഷണം കണ്ടെത്താൻ മറ്റുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ബെയ്ലി എന്നായിരുന്നു. ആ മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയിൽ അലിവ് തോന്നിയ ഡാനിയ ഹോൾഡ് ആ വ്യക്തിയെ സാമ്പത്തികമായി സഹായിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ആഹ്വാനം നടത്തി. ആ അഭ്യർത്ഥന ബെയ്ലിക്ക് തുടർന്നുള്ള ജീവിതത്തിൽ ആശ്വാസമായി മാറുകയായിരുന്നു. ഏകദേശം $22,000, അതായത് 20 ലക്ഷം രൂപയ്ക്കടുത്ത് അദ്ദേഹത്തിനായി സമാഹരിച്ചു. നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളെ സഹായം അഭ്യർത്ഥിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് അദ്ദേഹത്തെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ഡാനിയ ഹോൾഡ് സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുകയാണ്. ആ പ്രായത്തിൽ ആരും ജോലി ചെയ്യേണ്ടി വരില്ല എന്ന അടിക്കുറിപ്പോടെയാണ് ബ്രെയിൻ ന്യൂട്രീഷൻ എന്ന സമൂഹ മാധ്യമ പേജിൽ ഡാനിയ ഹോൾഡ് വീഡിയോ പങ്കുവച്ചത്. $4,000 സമാഹരിച്ച് അദ്ദേഹത്തിന് നൽകാമെന്ന് ചിന്തിച്ചെങ്കിലും അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിമറിയുകയും $22,000 സമാഹരിക്കുകയും ചെയ്തു. ലഭിച്ച പണം ഡെലിവറി ജീവനക്കാരനെ കണ്ടെത്തി യുവതി കൈമാറിയതായി ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു.